നമുക്ക് റവയും തൈരും വെച്ച് സിമ്പിളായിട്ടൊരു വട ഉണ്ടാക്കി വയ്ക്കുമല്ലോ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക്, പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂട് വരുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും ചതച്ചതിടുക. അത് നന്നായി ഒരു കളറ് മാറി വരാൻ നേരത്ത് സവോള ഇടാം. നമുക്ക് സവോള ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. സവോള ഒന്ന് അത്യാവശ്യം വാടി വരുന്നേരത്തേക്ക് മല്ലിയിലയും വേപ്പിലയും ഇടുക. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നന്നായിട്ട് വാടി വരാൻ നേരത്ത് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. വെള്ളമൊക്കെ അത്യാവശ്യം ഇളകി വരാൻ നേരത്ത് ഉപ്പിടുക. ഉപ്പിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ആ വെള്ളം തിളച്ച് വരാൻ നേരത്ത് നമുക്ക് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. തൈര് അത്യാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തൈരൊക്കെ ഒന്ന് തിളച്ച് വരാൻ നേരത്തേക്ക് റവ ഇടുക. റവ ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. റവ ഉരുണ്ട് വരുന്ന വരെ ഇളക്കുക. ഉരുണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് ഇറക്കാം. ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ വടകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ ഒരു പാൻ വയ്ക്കുക. പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരാൻ നേരത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വടകൾ ഇതേപോലെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലിൽ നിന്ന് കിടന്ന് വറുത്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വറുത്തെടുത്ത് എല്ലാം ഒരുവിധം വറുത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓയിലിൽ നിന്ന് കോരുക. ഓരോന്നായി കോരി അത്യാവശ്യം എല്ലാം കോരി എടുത്ത് അപ്പുറത്തെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു തക്കാളി ചമ്മന്തി കൂട്ടി നമുക്ക് വൈകുന്നേരം കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ.